ഹായ് ഓൾ, പ്രതീക്ഷകളോടെ പുതിയൊരു ദിവസത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നൊരു ശനിയാഴ്ച രാവിലെയാണ്. രാവിലെ എണീറ്റ് നോക്കുമ്പോൾ നല്ല മഴയാണ് ഇവിടെ കേട്ടോ. ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഇത്തിരി വൈകി എഴുന്നേറ്റ് 6:30 ആയപ്പോഴേ എഴുന്നേറ്റ് വന്ന് അത് കഴിഞ്ഞപ്പോൾ ഒരു കാപ്പി ഇട്ട് കുടിക്കാമെന്ന് വെച്ചു. ഒരു കട്ടൻ, രാവിലെയും കട്ടൻ വൈകുന്നേരം ഒരു കട്ടൻ, അതാണ് ശീലം. അപ്പോൾ കാപ്പിയും കട്ടനും നല്ല കോമ്പിനേഷനാണല്ലോ അല്ലേ. കട്ടനൊക്കെ ഇട്ട് ഒന്ന് കുടിക്കാൻ എടുത്തപ്പോഴാണ് എൻ്റെ മക്കളുടെ ഒരു പണിയുണ്ട് അവിടെ. എൻ്റെ ഈ ഡൈനിങ് ടേബിൾ മുഴുവൻ നല്ല അലങ്കോലപ്പണിയാക്കി ഇട്ടിരിക്കുക. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കി ഒന്ന് ജസ്റ്റ് പെട്ടെന്നൊന്ന് അടുക്കി പെറുക്കി വെക്കാമെന്ന് വെച്ചു. കാരണം അതങ്ങനെ കിടക്കുമ്പോൾ അടുക്കളയിൽ പണിയൊന്നും നീങ്ങില്ല, പിന്നെയും നോട്ടം അങ്ങോട്ടായിരിക്കും. അയ്യോ അതൊന്നും വൃത്തിയാക്കിയില്ലല്ലോ എന്നുള്ളൊരു ഇത് കാരണം പണി നീങ്ങില്ല. അപ്പോൾ അത് പെട്ടെന്നൊന്ന് അടുക്കി വെക്കുകയാണ്. നമുക്ക് ഈ ആർത്രൈറ്റിസിൻ്റെ പെയിനുള്ളവർ എപ്പോഴും ഇതുകൊണ്ട് ചെറിയ നമുക്ക് ഒത്തിരി സ്ട്രെയിൻ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അലങ്കോലമായി കിടക്കുന്നതുകൊണ്ട് അപ്പോഴേ അത് അങ്ങ് ഒതുക്കി വെക്കുകയാണെങ്കിൽ നമുക്കവിടെ വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും, എന്നാൽ നമുക്ക് വലിയ സ്ട്രെയിൻ വരികയില്ല. ഞാനങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ ചെറിയ രീതിയിൽ വരുമ്പോഴേ ഞാനതങ്ങ് വൃത്തിയാക്കും, അല്ലെങ്കിൽ അടുക്കി വെക്കാനുള്ളത് അപ്പോഴേ അങ്ങ് അടുക്കി വെക്കും. ഞാൻ എൻ്റെ ഫുഡ് വേസ്റ്റ് വരുന്നത് ബാക്കി വരുന്നത് ഇതുപോലൊരു ബക്കറ്റിലിട്ടിട്ട് ഞാനിവിടെ ഇങ്ങനെ മതിലിൻ്റെ മുകളിലിട്ട് വെക്കുക. എനിക്ക് ഫുഡ് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ വേറെ സംവിധാനങ്ങളൊന്നും വീട്ടിലില്ല. അപ്പോൾ ഇതാകുമ്പോൾ ഇഷ്ടംപോലെ കാക്കകളും പ്രാവുകളും ഒക്കെ വന്ന് ഇതങ്ങ് കൊത്തി തിന്നോളും. അപ്പോൾ നമുക്ക് ഫുഡ് വേസ്റ്റ് ഒഴിവായി കിട്ടും. ഈ പറയുന്ന പോലെ തന്നെ കിളികൾക്കൊക്കെ അവർക്കും ഒരു സന്തോഷം, അവർക്കും വയറ് നിറയും. സാധാരണ ഇഷ്ടംപോലെ മൈനകൾ വരാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ പ്രാവും കാക്കയൊക്കെ ഇരിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു അത് വരാത്തത്. അപ്പോൾ ചിലപ്പോൾ മൈനയും വരാറുണ്ട്. ഇത് പോയി കഴിയുമ്പോൾ മിക്കവാറും മൈനയും കാണും. ഇതെല്ലാ ദിവസവും രാവിലെ ഞാൻ മുടങ്ങാതെ കൊടുക്കും കേട്ടോ ഈ കിളികൾക്ക്. അതുകൊണ്ട് ഇപ്പോൾ അവരും വെയിറ്റ് ചെയ്യും. ഇന്ന് എനിക്ക് ദോശയും സാമ്പാറും. ഞാൻ തലേന്ന് അരച്ച് വെച്ച മാവാണ്. ഇപ്പോൾ ദോശയുടെ മാവുണ്ടെങ്കിൽ തന്നെ നമുക്ക് രാവിലെ പകുതി പണി കഴിഞ്ഞല്ലോ. ബാക്കി സാമ്പാറോടുണ്ടെങ്കിൽ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റായി. സാമ്പാർ ഉണ്ടാക്കാൻ ഞാൻ ഈ മസാല ഇട്ടപ്പോൾ ഒരിത്തിരി കൂടിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് സാമ്പാറിനൊരു ചെറിയ കയ്പുണ്ടായിരുന്നു. സാധാരണ ഞാൻ സാമ്പാർ വെക്കുമ്പോൾ രാവിലത്തേക്ക് ഉച്ചക്കത്തേക്കൂടെ ചേർത്താണ് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയിലാണ് ഞാൻ മസാല ഇട്ടത്. പക്ഷേ ഇനി ഞാൻ രാവിലത്തേക്ക് മാത്രമേ വെച്ചുള്ളൂ, കാരണം ആർക്കും ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ സാമ്പാർ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ദോശയുടെ കൂടെയുള്ള സാമ്പാർ മാത്രമേ ഞാൻ കഷ്ണവും പരിപ്പും ഒക്കെ വേവിച്ചുള്ളൂ. പക്ഷെ മസാല ഇട്ടപ്പോൾ ഓർക്കാതെ എപ്പോഴും ചെയ്യുന്ന പോലുള്ള മസാല അങ്ങ് ഇടുകയും ചെയ്തു. ചെറിയൊരു കയ്പുണ്ടായിരുന്നു, അതേ ഉള്ളൂ കേട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. എന്തായാലും ദോശയും സാമ്പാറൂടെ എല്ലാവരും കഴിച്ചു. ഇവിടെ പിന്നെ പിള്ളേർക്ക് അങ്ങനെ വലിയ നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇന്ന ഫുഡേ കഴിക്കൂ, അങ്ങനെ നിർബന്ധം പഠിപ്പിച്ചിട്ടുമില്ല. ഉള്ളത് കഴിച്ചേ പറ്റൂ എന്നൊരു ശീലമാക്കിയിട്ടുണ്ട്. ആകെ റവയുപ്പുമാവ് മാത്രമേ ഉള്ളവരങ്ങനെ, അത് ഇളയ മോന് മാത്രമേ ഉള്ളത് ഇത്തിരി ഇരുത്. ബാക്കി അവർക്കങ്ങനെ വലിയ നിർബന്ധങ്ങളൊന്നുമില്ല, എന്ത് കൊടുത്താലും കഴിച്ചോളും. അങ്ങനെ പിന്നെ എൻ്റെ ഒരു ബുദ്ധിമുട്ട് അവർക്കറിയാം, കാരണം ഒത്തിരി എനിക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അറിയാവുന്നതുകൊണ്ടാണ് എന്തോ വലിയൊരു നമുക്കങ്ങനെ ഒരു ഇത് തരാറില്ല. പക്ഷേ എന്നു വെച്ചാൽ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും കേട്ടോ. അതിപ്പം എന്നെക്കൊണ്ട് അല്ല എനിക്കറിയാവുന്ന ഡിഷസൊക്കെ അവർക്ക് വേണമെന്ന് പറയണേ ഞാൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. പക്ഷേ എല്ലാം കൂടെ ഒറ്റയടിക്കൊന്നും ചിലപ്പോൾ ചെയ്ത് കൊടുത്തൊന്നും വരില്ല. ഇനിയും ദോശ ഉണ്ടാക്കാനുള്ള പുറപ്പാടാണ്. ഇത് ഇരുമ്പിൻ്റെ ചട്ടിയാണ് കേട്ടോ. ഇൻഡസ് വാലിയുടെ ആണെന്ന് എനിക്ക് തോന്നുന്നത്. ആദ്യമൊന്നും എനിക്കിതിലുണ്ടാക്കുമ്പോൾ ശരിയാവില്ലായിരുന്നു, പക്ഷേ ഇപ്പം പെർഫെക്റ്റായിട്ട് വരും. നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കുന്നതിലും ടേസ്റ്റ് നമുക്ക് ഇരുമ്പിൻ്റെ ചട്ടിയിൽ ഉണ്ടാക്കുന്നതല്ലേ. എനിക്കങ്ങനെ പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഈ ദോശക്കല്ലിലുണ്ടാക്കുന്ന ഇഷ്ടം. ഇരുമ്പ് ദോശക്കല്ലിലുണ്ടാക്കുന്നത്, മറ്റേ നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കുമ്പോൾ എന്തോ ഒരു ടേസ്റ്റ്. ഇതിൽ കഴിച്ചിട്ട് നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കിയത് കഴിക്കുമ്പോൾ നമുക്ക് ടേസ്റ്റ് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കത്തില്ല. ഇതിപ്പോൾ നെയ്യ് കുട്ടികൾക്കായോണ്ട് കേട്ടോ ഞാൻ ഇത്ര വാരി വലിച്ചൊഴിക്കുന്നത്. അവർക്ക് നല്ലോണം നെയ്യ് ഒഴിച്ചു കൊടുക്കും, അപ്പോൾ നല്ല മുരിഞ്ഞ് കിട്ടുമല്ലോ. ഞാനധികം നെയ്യ് ഉപയോഗിക്കാറില്ല. ഇവിടെ പിന്നെ ദോശയൊന്ന് മറിച്ചുകൂടിയിട്ട് 1-2 വശം ഒന്ന് മുരിച്ചെടുക്കുന്നത് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ പിന്നെ ആ രീതിയിലാണ് എപ്പോഴും ഇവിടെ ദോശ ചൂടാറുള്ളത്. പിന്നെ ഇതുകൂട്ട് നൈസായിട്ടുള്ള ദോശയാണ് എല്ലാവർക്കും താല്പര്യവും. നമ്മുടെ തട്ടിൽക്കുട്ടി ദോശ ഉണ്ടാക്കും ചിലപ്പോഴൊക്കെ. അപ്പോൾ ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഉണ്ടാക്കും, അതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ. അല്ലെങ്കിൽ ഇങ്ങനെ നൈസായിട്ടുള്ള ദോശയാണ് പൊതുവേ ഉണ്ടാക്കാറുള്ളത്. അപ്പം അങ്ങനെ ദോശ ഒരെണ്ണം റെഡിയായി. അപ്പോൾ ദോശയും സാമ്പാറും കൂടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്.
ഇന്നിനിയും കുറച്ച് ക്ലീനിങ് ആണ്, അതായത് ലോണ്ട്രിയാണ്. എൻ്റെ ബെഡ്ഷീറ്റെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുക. ഞാൻ സാധാരണ ബെഡ്ഷീറ്റുകൾ ആഴ്ചയിലൊരിക്കൽ അല്ലെങ്കിൽ 2 ആഴ്ചയിലൊരിക്കൽ വാഷ് ചെയ്യാറുണ്ട്. ഇപ്പോൾ രാവിലെ നല്ല മഴയായിരുന്നെങ്കിലും ഇപ്പം നല്ല വെയിൽ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നാൽ പെട്ടെന്ന് ബെഡ്ഷീറ്റും തലയണ കവറും എല്ലാം ഒന്ന് കഴുകിയിട്ടേക്കാമെന്ന് വെച്ചു. വാഷിംഗ് മെഷീനിലാണ് ഇടുന്നത്. അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു പണി അങ്ങ് ഒതുങ്ങുമല്ലോ. അപ്പോൾ ഇനി ഇതെല്ലാം എടുത്തുകൊണ്ട് നേരെ മുകളിൽ ടെറസിലേക്ക് പോവാം. ടെറസിലാണ് വാഷിംഗ് മെഷീൻ വെച്ചിരിക്കുന്നത്. എനിക്ക് ഇവിടെ താഴെ അയ കെട്ടി വിരിക്കാനുള്ള സൗകര്യമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് മുകളിൽ ക്ലോസ്ഡ് ടെറസാണ്. അപ്പോൾ വാഷിംഗ് മെഷീനും അവിടെ തന്നെയാണ് വെച്ചത്. അപ്പം വിരിച്ചിട്ട് അവിടെ തന്നെ എടുത്തങ്ങ് നനച്ചിട്ട് അവിടെ തന്നെ എടുത്തങ്ങ് വിരിക്കാമല്ലോ. പിന്നെ അങ്ങോട്ട് വിരിക്കാനൊന്ന് കയറുക, നനയ്ക്കാനൊന്ന് കയറുക അങ്ങനെ വേണ്ടല്ലോ എന്ന് വെച്ചാൽ എല്ലാം അവിടെ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യമേ വീട് പണിഞ്ഞ സമയം എനിക്ക് അങ്ങനെ വേണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ബെഡ്ഷീറ്റ് നനയ്ക്കുമ്പം ഞാൻ എപ്പോഴും അതിലേക്ക് കുറച്ച് വാനിഷ് ഒഴിക്കും കേട്ടോ. ആ വാനിഷ് ഒഴിക്കാത്തവരാണ് ഒന്ന് ഒഴിച്ച് നോക്കുക. ബെഡ്ഷീറ്റ് നനയ്ക്കുമ്പോൾ വളരെ നല്ലതാണ്. അത് ഷീറ്റ് നന്നായിട്ട് വൃത്തിയാവും. ഷീറ്റായാലും ശരി, തലയണ കവറിലൊക്കെ ചിലപ്പോൾ നമ്മുടെ എണ്ണമയത്തിൻ്റെ ഒരിതോ ചെറിയൊരു സ്മെല്ലിൻ്റെ ഒരു ഇതൊക്കെ വരുമല്ലോ. അപ്പം അതൊഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇത് കംഫർട്ടിൻ്റെ ഗ്രാന്യൂൾസാണ്. ഇതിപ്പോൾ പുതിയത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചത്. ഇത് നല്ലതാണ്. എനിക്ക് ലിക്വിഡിനെക്കാട്ടിലും ഇത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഒരു രീതിയിൽ വാഷ് ചെയ്തെടുക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ 1 മണിക്കൂർ സമയം ഉണ്ടായിരുന്നു ഇതൊന്ന് വാഷ് ചെയ്ത് തീരാൻ. ആ സമയം കൊണ്ട് ഞാൻ പെട്ടെന്നൊന്ന് പോയി കുളിച്ച് ഒക്കെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് തീർത്തിട്ട് വന്ന് തുണി എന്ന കൈയോടങ്ങ് വിരിച്ചേക്കാമെന്ന് വെച്ചു, വെയിൽ പോകുന്നതിന് മുന്നേ. അപ്പം വെയിലുള്ള സമയത്താണെങ്കിൽ മുകളിൽ ടെറസിലിടുമ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണങ്ങി കിട്ടുകയും ചെയ്യും. പിന്നെ ഷീറ്റൊക്കെ വലിയ കട്ടിയില്ലാത്ത ഷീറ്റായതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങും. നല്ല മഴയുള്ള സമയങ്ങളിൽ ഞാൻ മുകളിൽ നിന്ന് നനച്ചത് താഴെ എടുത്ത്, നമുക്ക് താഴെ റാക്കുണ്ട്, നമ്മൾ തുണി ഉണങ്ങാനിടുന്ന റാക്കില്ലേ, അതിലിട്ടിട്ടൊന്ന് ഫാൻ ഓണാക്കിയിടും. കാരണം പിള്ളേരുടെ യൂണിഫോം ഒന്നും അല്ലെങ്കിൽ ഉണങ്ങാറില്ല മഴയുള്ള സമയം മുകളിലിടുകയാണെങ്കിൽ. അപ്പോൾ കുറച്ച് സമയം ഒന്ന് ഫാൻ ഓണാക്കി ഇടുമ്പോഴത്തേന് അതങ്ങ് ഉണങ്ങി വൃത്തിയായിട്ട് കിട്ടാറുണ്ട്. അപ്പം മഴയില്ലാത്ത സമയങ്ങളിൽ ഇതുപോലെ മുകളിൽ അയയിൽ തന്നെ ഇടും, ടെറസിലിടും. മഴയുള്ള സമയങ്ങളിലാണെങ്കിൽ ഞാനത് താഴെ റാക്കിൽ വിരിച്ചിടുകയും ചെയ്യും. ഈ നമ്മൾ ആർത്രൈറ്റിസ് ഉള്ളവർ ചെറിയ ചെറിയ മൂവ്മെൻറ്റ്സ് എപ്പോഴും ഇങ്ങനെ കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഏതെങ്കിലും ഒരിടത്ത് നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുന്നതിലും നമുക്ക് ഭയങ്കര ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരിതാണ്. നമ്മളെപ്പോഴും ചെറിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ജോയിൻസിന് എപ്പോഴും ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു മൂവ്മെൻറ്റ്സ് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പം ഞാൻ ഒരിക്കലും അങ്ങനെ വയ്യ എന്നും പറഞ്ഞ് കംപ്ലീറ്റ് റെസ്റ്റ് എടുത്ത് ഇരിക്കാറില്ല. അങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പം നമുക്ക് കുറേ നല്ല വ്യത്യാസങ്ങൾ വരാറുണ്ട്. പിന്നെ വേദനകളില്ല എന്നല്ല പറഞ്ഞ്, വേദനകളുണ്ട്. പക്ഷെ വേദന ഉണ്ടെങ്കിലും പറ്റുന്ന രീതിയിലൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നമ്മുടെ മനസ്സും കുറച്ചൊന്ന് റിഫ്രഷ് ആവും. നമ്മളൊന്നും ഇല്ലാതിരിക്കുമ്പം ഭയങ്കര ഡിപ്രഷൻ അടിക്കും. വയ്യല്ലോ, എനിക്ക് മാത്രം വേദനയാണല്ലോ. ഞാൻ ആ ഒരു ഫേസിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം എപ്പോഴും പോസിറ്റീവായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പം തന്നെ നമ്മുടെ പെയിന് നല്ലൊരു ഡിഫറൻസ് വരുന്നതായിട്ട് ഫീൽ ചെയ്യുക. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഇതാ ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ട് വൈകുന്നേരം ഒന്ന് റെഡി ആവുകയാണ്. അവിടെ പോകുമ്പോൾ ഷൂ നമ്മൾ സെപ്പറേറ്റ് ഒരു കവറിൽ പാക്ക് ചെയ്താണ് കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ വെളിയിൽ ഇട്ടിട്ട് ചെല്ലുന്ന ഷൂവും കിട്ടും, അവിടെ ചെല്ലുമ്പോൾ അതിനകം മുഴുവൻ വൃത്തികേടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണ് നമ്മളെല്ലാവരും ചെല്ലുന്നത് അവിടെ. അപ്പോൾ ഷൂവും ടവലും ഒക്കെ ഒന്ന് പാക്ക് ചെയ്തു. ഇതുപോലെ തന്നെ ആർത്രൈറ്റിസ് ഉള്ളവരോട് എനിക്ക് പറയാനുള്ളതാണ്, ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ജിമ്മിൽ പോയി ചെറിയ ചെറിയ മൂവ്മെൻറ്റ്സ് ഒന്ന് കൊടുത്തു നോക്കുക. നിങ്ങളുടെ ഡോക്ടറോടൊന്ന് കൺസൾട്ട് ചെയ്ത് ഇതിനെപ്പറ്റി ഒന്ന് സംസാരിച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഡോക്ടർ പോകാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പോകുന്നത് വളരെ നല്ലതായിരിക്കും. എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ചേഞ്ചസാണ് ഈ ജിമ്മിൽ പോയി തുടങ്ങിയപ്പോഴത്തേന് എനിക്ക് വന്നത്, എൻ്റെ ബോഡിക്ക് വന്നത്. അപ്പം ഇങ്ങനെയുള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഡോക്ടറോട് കൺസൾട്ട് ചെയ്തിട്ട്. ജിമ്മെല്ലാം കഴിഞ്ഞ് നൈറ്റ് വന്ന് ഉറങ്ങുന്നതിന് മുന്നേ ഞാൻ ചെറുതായിട്ട് കുറച്ച് പോസിറ്റീവ് അഫർമേഷൻസ് എഴുതും. അത് നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളതാവാം, എന്തിനു വേണ്ടിയിട്ടും എഴുതാം. അപ്പോൾ നമ്മൾ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ അല്ലെ ഏതൊരു രീതിയിൽ എഴുതിയാലും നമുക്കത് ഭയങ്കര ബെനിഫിറ്റാണെന്ന് പറയാം. അപ്പോൾ എന്നും കിടക്കുന്നതിന് മുന്നേ ഞാൻ പോസിറ്റീവ് അഫർമേഷൻസ് എഴുതാറുണ്ട്. അപ്പോൾ അതും വേണ്ടവരൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇഷ്ടംപോലെ വീഡിയോസൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണല്ലോ പോസിറ്റീവ് അഫർമേഷൻസിന്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ കഴിയാണ്. പ്രതീക്ഷയോടെ അടുത്തൊരു ദിവസത്തിലേക്ക് നോക്കിക്കൊണ്ട് ഇന്നത്തെ ഒരു ദിവസം ഇവിടെ തീരുന്നു. അപ്പം എൻ്റെ ഈ ചാനൽ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു. ബൈ.